യൂസഫലി കച്ചേരി മഹാപ്രതിഭാ പുരസ്കാര വേദിയിൽ ശ്രീ ഈ ശ്രീകുമാർ സമ്മേളനത്തിൻ്റെയും യൂസഫലി കച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ്റെയും തൻ്റെ ബാല്യകാല ജീവിതാനുഭവം പങ്കുവെച്ച് ശ്രീ സജി LP കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച പുരസ്കാര വേദിയിൽ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ശ്രീ മനുരാജ്, ഗാനരചിതവുമായ ശ്രീ ശ്രീകുമാരൻ തമ്പി, എൻ്റെ പ്രിയപ്പെട്ട അനുജൻ എന്ന് പറയണോ പ്രിയപ്പെട്ട മകൻ എന്നോ പറയണമെന്ന് അറിയില്ല, പ്രിയപ്പെട്ട ശരത്ത്, യൂസഫലി കച്ചേരി ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി ശ്രീ K. ഹരികുമാർ, ഇവിടെ യൂസഫലി കച്ചേരി ആരാണ് എന്ന അതിമനോഹരമായി അവതരിപ്പിച്ച പ്രഭാഷകൻ ശ്രീ P. അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പ്രിയപ്പെട്ട ലതിക, ആശംസാ പ്രസംഗം നടത്തിയ പ്രിയ സുഹൃത്ത് ശ്രീ RS ബാബു, ശ്രീ ചന്ദ്രകാന്ത് സി, എൻ്റെ മുമ്പിലിരിക്കുന്ന സുമനസ്സുകളെ എല്ലാവർക്കും എൻ്റെ അഭിവാദനം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കമലാദാസ് എന്നും കമലാ സുവരയ്യ എന്നും അറിയപ്പെടുന്ന മാധവ്കുട്ടി എന്ന മഹാപ്രതിഭയ്ക്ക് ഞാനൊരു പുരസ്കാരം എൻ്റെ കൈകൊണ്ട് നൽകുകയുണ്ടായി. മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ്റെ മുട്ടത്തുവർക്കി പുരസ്കാരമായിരുന്നു അത്. അന്ന് ഞാൻ ആ ഫൗണ്ടേഷൻ്റെ ജനറൽ കൺവീനറായിരുന്നു. എറണാകുളത്തുള്ള ഫ്ലാറ്റിലാണ് അന്ന് ഞാൻ ആമി ചേച്ചി എന്ന് വിളിക്കുന്ന മാധവക്കുട്ടി താമസിച്ചിരുന്നത്. പ്രശസ്ത നോവലിസ്റ്റ് സേതുവും ഞാനും മറ്റു പലരും ആ സമ്മേളനത്തിലുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെ, ഫ്ലാറ്റിൽ വെച്ചൊരു ചെറിയ മീറ്റിംഗ്. അന്ന് ഞാൻ ആ സമ്മാനം ആമി ചേച്ചിക്ക് സമ്മാനിക്കുമ്പോൾ മറുപടി പ്രസംഗത്തിൽ അവർ പറഞ്ഞു, സാധാരണ ചേച്ചിമാർ അനുജന്മാർക്കാണ് സമ്മാനം കൊടുക്കാറുള്ളത്, ഇവിടെ അനുജൻ ചേച്ചിക്ക് സമ്മാനം തന്നിരിക്കുകയാണ്. ഇതൊരു അപൂർവ നിമിഷമാണ്. അതുപോലെ തന്നെ ഞാനും പറയുന്നു, ഇതൊരു അപൂർവ നിമിഷമാണ്. കാരണം ഒരു വല്യേട്ടന് അനുജൻ, കൊച്ചനുജൻ സമ്മാനം തന്നിരിക്കുകയാണ്. ശരത്ചന്ദ്ര വർമ്മ പറഞ്ഞതുപോലെ ശരത്തിൻ്റെ എല്ലാ സഹോദരിമാരും എന്നെ ചിറ്റപ്പ എന്നാണ് വിളിക്കുന്നത്. അച്ഛൻ്റെ അനുജൻ, ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അച്ഛൻ്റെ അനുജനാണ്. അപ്പോൾ അച്ഛൻ്റെ അനുജനായിട്ടാണ് അവരെല്ലാവരും എന്നെ കരുതിയിരിക്കുന്നത്. ശരത്ത് മാത്രമാണ് ചേട്ട എന്ന് വിളിക്കുന്നത്. ആദ്യം വിളിച്ച് പരിശീലിച്ച് പോയതാണ്, അത് മാറ്റിയില്ല. ഏതായാലും ഇത് അപൂർവമായ ഒരു മുഹൂർത്തമാണ്. വയലാർ രാമവർമ്മയുടെ ഓർമ്മകൾ എന്നെ പരിരംഭണം ചെയ്യുന്ന നിമിഷമാണിത്. 1960, അതായത് എനിക്ക് 19 വയസ്സ് പൂർത്തിയായി 20-ാം വയസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ ആലപ്പുഴ സനാതന കോളേജിൽ BSc ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്. ഞാൻ പഠിച്ചത് ഗണിതമാണ്, മലയാള സാഹിത്യമല്ല. BScക്ക് എൻ്റെ വിഷയം ഗണിതം, മാത്തമാറ്റിക്സ് മെയിൻ, മാത്തമാറ്റിക്സ് സബ്സിഡിയറി, മുഴുവൻ കണക്ക്. അന്ന് ഞാൻ കവിത എഴുതി, ധാരാളം കവിതകൾ. നേരത്തെ ഇവിടെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ അനവധി കവിതകൾ കുട്ടിക്കാലം മുതൽ 10 വയസ്സ് മുതൽ കവിത എഴുതുന്നു. അങ്ങനെ ആ കവിതകൾ പലതും നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവശേഷിച്ച കുറേ കവിതകൾ പുസ്തകമാക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ ആ കവിതാ സമാഹാരവുമായി ഞാൻ കോട്ടയത്ത്, അന്ന് ബസ്സിൽ പോകാൻ പോലും പൈസയില്ല, അതുകൊണ്ട് കോട്ടയത്തേക്ക് ആലപ്പുഴ ബോട്ടിലാണ് പോയതാണ്. ബോട്ടിൽ വളരെ പൈസ കുറവാണ്, 2 അണ കൊടുത്താൽ മതി കോട്ടയത്തെത്തും. 2 അണ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ 12 പൈസയാണ്. അപ്പോൾ അങ്ങനെ ഈ കോട്ടയത്ത് ഈ എൻ്റെ കവിതാ സമാഹാരവുമായി പോയി. അന്ന് ഇന്നത്തെ DC ബുക്സിൻ്റെ സ്ഥാപകനായ DC കിഴക്കേമുറി നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന് കീഴിലുള്ള നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ മാനേജരാണ്. അപ്പോൾ അദ്ദേഹത്തെ
പോയി കണ്ടു. ഞാൻ ഈ കവിത സമാഹാരം അദ്ദേഹത്തിന് കൈ കൊടുത്തു. അദ്ദേഹം ഇത് വാങ്ങിച്ച് നോക്കിയിട്ട്, കവിതയാണോ? വയലോപ്പിള്ളിയുടെയും ജി ശങ്കരപ്പിൻ്റെ കവിത വായിക്കാൻ ആളെയാണ്, പിന്നെയാണ് തൻ്റെ കവിത വായിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. സംഭവം വളരെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ ശരിയായിരുന്നു അന്ന്. പിന്നെ DC കുഴക്കമ്പലി DC ബുക്സ് തുടങ്ങിയപ്പോൾ എൻ്റെ പുസ്തകം ചോദിച്ചു. അത് വേറെ, അത് കാലത്തിൻ്റെ മറുപടിയാണ്. അപ്പം അങ്ങനെ ഞാൻ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അതിന് പണമൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കുന്നത്. വല്യേട്ടനാണ് പഠിപ്പിക്കുന്നത്. PV തമ്പി എന്ന പ്രസ് നോവലിസ്റ്റ് എൻ്റെ വല്യേട്ടനാണ്. അപ്പം അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉച്ചയൂണ് ഒഴിവാക്കി. എന്നാൽ ഉച്ചയൂണിന് ഇന്നത്തെ കാലഘട്ടമല്ല, ഒരു ഹോട്ടൽ, ഞങ്ങളുടെ കോളേജിൽ എതിർവശത്തുള്ള രാമേന്ദ്ര വിലാസ് എന്ന ഹോട്ടലിൽ ഊണിന് 30 പൈസയേ ഉള്ളൂ. 30 പൈസ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അത് 30 പൈസ കൊടുത്താൽ ഊണ് കിട്ടും. വളരെ വിഭവസമൃദ്ധമൊന്നുമല്ല, സാമാന്യ ഭേദപ്പെട്ട ഊണ് കിട്ടും. ഞാൻ എന്ത് ചെയ്തു? ഉച്ചയൂണ് ഒഴിവാക്കി. അങ്ങനെ 30 പൈസ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ കവിതാസമാഹാരം അച്ചടിപ്പിക്കുക. ഞാൻ തന്നെ അച്ചടിപ്പിക്കുകയായിരുന്നു. ആലപ്പുഴയുള്ള ഒരു പ്രസ്സിൽ, ഭാസ്കര വിലാസ് പ്രിൻറ്റിംഗ് വർക്ക്സ്, അവിടെ കൊണ്ടുപോയി കവിതകളെല്ലാം കൊടുത്തപ്പോൾ ആ പ്രസ് ഉടമസ്ഥൻ പറഞ്ഞു, ഇത്രയും കവിതകളൊക്കെ ചേർക്കണമെങ്കിൽ പൈസ പോരാ, അതുകൊണ്ട് നമുക്കൊരു 12 കവിത ഉൾപ്പെടുത്താം. അങ്ങനെ വെറും 12 കവിതകൾ. അപ്പോൾ ചെറിയ പുസ്തകമാണ്. ആ 12 കവിതകൾ ഉൾപ്പെടുത്തി ആണ് അത് പ്രസിദ്ധീകരിക്കുക. എഴുതണം. അന്ന് എൻ്റെ മുന്നിലുള്ള 2 കവികൾ മഹാകവിജിയും P. കുഞ്ഞിരാമൻ നായരും വൈലോപ്പിള്ളിയൊക്കെ ഉണ്ടെങ്കിലും ഗാനങ്ങളോടുള്ള താല്പര്യം മൂലം എനിക്ക് P. ഭാസ്കരനെ മൈലാറമ്മയാണ് ഏറ്റവും അധികം ഇഷ്ടം. കാരണം അവരുടെ പാട്ടുകൾ ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. P. ഭാസ്കരൻ മാഷ് അന്ന് മദ്രാസിൽ താമസം. എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. ആലപ്പുഴയ്ക്ക് അടുത്താണ് വയലാർ. പിന്നെ എനിക്ക് പെട്ടെന്ന് എത്താൻ കഴിയുന്ന സ്ഥലം വയലാറാണ്. അപ്പോൾ അദ്ദേഹത്തെ വയലാർ രാമവർമ്മയുടെ ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതിനെക്കുറിച്ച് ഞാനൊരു ലേഖനം കൗമുദി ആഴ്ചവെപ്പിൽ പിൽക്കാലത്ത് എഴുതുകയുണ്ടായി. കാരണം അദ്ദേഹം ഒരു വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നവരല്ല എന്നോട് സംസാരിച്ചത്, ഒരു സഹപ്രവർത്തനോട്, ഒരു കൂട്ടുകാരോട് സംസാരിക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് സംസാരിച്ചത്. അപ്പോൾ പുസ്തകം കൊടുത്ത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ എഴുതിത്തരാം, അവതാരി 2 ആഴ്ച കഴിഞ്ഞ് തമ്പി വരൂ, ഞാൻ എഴുതി വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഒരു തടസ്സവും പറഞ്ഞില്ല. അപ്പോൾ ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൈ ഏൽപ്പിച്ച് ഇറങ്ങുമ്പോൾ, വേണ്ട ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് ഊണ് കഴിപ്പിച്ചു. ഊണ് കഴിക്കാൻ സമയത്ത് ചോറിൽ മോരൊഴിച്ചപ്പോൾ, തമ്പി ആ കാന്താരി മുളകെടുത്ത് ഉടയ്ക്കൂ, നല്ല ടേസ്റ്റാണ്. ആ അദ്ദേഹത്തിൻ്റെ താല്പര്യം, ഒരു അതിഥിയോടുള്ള സമഭാവന, ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. ഇതിനെക്കുറിച്ച് ഞാൻ കൗമുദി ആഴ്ച, അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യ പ്രസിദ്ധീകരണമാണ് K. ബാലകൃഷ്ണൻ്റെ കൗമുദി, അതിലൊരു ലേഖനം, ഒരു വലിയ ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ ഇങ്ങനെ മറക്കാനാവാത്തൊരു ബന്ധമാണ് എനിക്ക് വയലാർ രാമവർമ്മയുമായിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് 20-ാം വയസ്സിലാണ് എൻ്റെ പുസ്തകം, 19-ാം വയസ്സിൽ അച്ചടിപ്പോൾ 20-ാം വയസ്സിലാണ് പുസ്തകം ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചലച്ചിത്ര ഗാനരചയിതാവായി അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പ്രവേശിച്ചു. തീർച്ചയായിട്ടും P. ഭാസ്കരൻ, വയലാർ, ONV, ഈ 3 പേരോട് എനിക്ക് കടപ്പാടുണ്ട്. കാരണം അവർ നടന്നു പോയ വഴിയിലൂടെയാണ് ഞാൻ നടന്നത്. അവരുടെ പാട്ടുകൾ കേട്ടാണ് ഞാൻ പാട്ടുകൾ എഴുതി പഠിച്ചത്, പാട്ടുകൾ മെച്ചപ്പെടുത്തിയത്. ശ്രീകുമാരൻ തമ്പി എന്ന എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത, ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പമല്ല, എൻ്റെ സമപ്രായകരോടൊപ്പമല്ല മത്സരിച്ചത്. ഞാൻ മത്സരിച്ചത് എൻ്റെ 3 ഗുരുക്കന്മാരുമായിട്ടാണ്, P. ഭാസ്കരൻ, വയലാർ, ONV. ഞാൻ അവരുടെ ശിഷ്യനാണ്.
പ്രായം കൊണ്ട് വളരെ താഴെയാണ്. പക്ഷെ എനിക്ക് മത്സരിക്കേണ്ടത് ഈ 3 പേരോടായിരുന്നു, 3 പേരുമായിട്ടായിരുന്നു. എൻ്റെ സഹപ്രായക്കാരൻ ബിച്ചു തിരുമലയോ പൂജക്കാരോ ഒന്നും സിനിമ വന്നിട്ടില്ല. എന്നാൽ യൂസഫ് അലി കേച്ചേരി എൻ്റെ മുൻഗാമിയാണ്. യൂസഫ് അലി കേച്ചേരിയുടെ ഈ പുരസ്കാരം വയലാർ റോമിയുടെ മകൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ ഒരു കാവ്യ നീതിയുണ്ട്, പൊയറ്റിക് ജസ്റ്റിസ് ഉണ്ട്. അത് നമ്മളാരും തീരുമാനിക്കുന്നതല്ല, കാലം തീരുമാനിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ വല്യേട്ടൻ വിശ്വപരുന്ത്, കർമ്മബന്ധനം, സൂര്യകാലടി തുടങ്ങിയ പ്രശസ്ത നോവൽ എഴുതിയിട്ടുള്ള പി വി തമ്പി എന്നേക്കാൾ 6 വയസ്സിന് മൂത്തതാണ്. അദ്ദേഹവും യൂസഫ് അലി കേച്ചേരിയും സമപ്രായക്കാരാണ്, ഒരേ വർഷം ജനിച്ചവരാണ്, 1934. അത് എൻ്റെ വല്യേട്ടൻ്റെ പ്രായമാണ് യൂസഫ് അലി കേച്ചേരി. 1963 രാമുക്കായിട്ട് സംവിധാനം ചെയ്ത മൂടുപടം എന്ന സിനിമയിൽ ഒരു പാട്ട് എഴുതിക്കൊണ്ടാണ് യൂസഫ് അലി കേച്ചേരി രംഗത്ത് വന്നത്. ആ പാട്ട് നിങ്ങൾ എത്ര പേര് ഓർമ്മിക്കുമെന്ന് എനിക്കറിയില്ല. മൈലാഞ്ചിത്തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മുഞ്ചത്തി, മൈക്കണ്ണാൽ കൽവിൽ അമിട്ടു കാട്ടിയ വമ്പത്തി എന്നാരംഭിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടാണ് യൂസഫ് അലി കേച്ചേരി സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് എഴുതിയത്. അത് മൂടുപടം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. ആ ഒരൊറ്റ പാട്ടേ അത് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഈ പാട്ട് അത്ര പ്രശസ്തമല്ലാത്തതിന് കാരണം അതിൽ 10 പാട്ടുകളുണ്ടായിരുന്നു. 9 പാട്ടുകൾ എഴുതിയത് പി ഭാസ്കരനാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഗാനരചയിതാവ് പി ഭാസ്കരനാണ്. ബാക്കി 9 പാട്ടുകളും എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, വളരെ പ്രശസ്ത ഗാനങ്ങൾ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പാട്ട് ഈ മൂടുപടത്തിലാണ്. അപ്പം ഇതുപോലുള്ള അനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുള്ള മൂടുപടത്തിന് വേണ്ടി എഴുതിയ യൂസഫ് അലി എഴുതിയ ആദ്യ ഗാനം വേണ്ടത്ര പ്രശസ്തി നേടാതെ പോലുള്ള കാരണം ഇതാണ്. പക്ഷേ അദ്ദേഹം ഒരു ഗാനരചയിതാവായി അംഗീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് യൂസഫ് അലി തികഞ്ഞ ഗാനരചയിതാവായി രംഗത്ത് വന്നത്. അപ്പോൾ ഈ ആദ്യ പാട്ട് എഴുതിയപ്പോൾ പറഞ്ഞ യൂസഫ് അലിയൊക്കെ വെച്ച് ഞാൻ ശ്രദ്ധിക്കും. ഞാനൊരു ഗാനരചയിതാവ് മാത്രമല്ല, ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഗവേഷകൻ കൂടിയാണ്. ഞാനിപ്പോൾ അടുത്ത മാസം എൻ്റെ ഒരു പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിക്കും. മലയാള ചലച്ചിത്ര ഗാന ചരിത്രം എന്നാണ് എൻ്റെ പേര്. സംഗീതയാത്രകൾ, മലയാള ചലച്ചിത്ര ഗാന ചരിത്രം. 1938 വന്ന ബാലനാണ് മലയാളത്തിലെ ആദ്യത്തെ ടോക്കി ശബ്ദചിത്രം. അതിനു മുമ്പ് വന്ന 2 ചിത്രങ്ങൾ ബാലനും മാർത്താണ്ഡവർമ്മയും നിശബ്ദ ചിത്രങ്ങൾ, ശബ്ദമില്ലാത്ത ചിത്രങ്ങളായിരുന്നു. ആദ്യ ശബ്ദചിത്രമായ ബാലനിൽ തുടങ്ങി ഗാനങ്ങൾ. ബാലൻ 24 പാട്ടുകളുണ്ടായിരുന്നു. ആ കാലഘട്ടം മുതലുള്ള നമ്മുടെ മലയാളി ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രപരമായ വളർച്ചയും തകർച്ചയുമാണ് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതുന്നത്. അതൊരു ഗാനചരിത്രം മാത്രമല്ല, മലയാള സിനിമാ ചരിത്രം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ രംഗത്ത് വന്ന യൂസഫ് അലി കേച്ചേരി പിന്നീട് വളരെ പ്രശസ്ത ഗാനങ്ങളിലൂടെ മുൻനിരയിലേക്ക് വന്നു. സുറുമ എഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കള്, അങ്ങനെ ആ പാട്ട്, ഇക്കരയാണെൻ്റെ താമസം അക്കരയാണെൻ്റെ മാനസം, പൊന്നണിഞ്ഞെത്തുന്ന മധുമാസം, നമ്മളിൽ ചൊരിയുന്ന രാഗരസം, ഇങ്ങനെ അനവധി പാട്ടുകൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക് കടക്കുന്നില്ല. അനവധി പാട്ടുകൾ. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, മണ്ണിൽ വീണുളയുന്ന തേൻ തുള്ളിയെ കണ്ണുനീരെന്നും വിളിച്ചു. ഇങ്ങനെയുള്ള അനവധി മികച്ച പാട്ടുകൾ അത് എഴുതിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ ജാനകി ജാനി എന്ന ഗാനവും കൃഷ്ണകൃപാസാഗരം എന്ന ഗാനവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ രചനകളാണ്.
യൂസഫ് അലി കേച്ചേരിയുടെ മറ്റൊരു പ്രത്യേകത നേരത്തെ ഇവിടെ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മതേതരത്വത്തിൻ്റെ കവിയായിരുന്നു. താൻ മുസ്ലിമാണ് എന്ന ബോധമുള്ളപ്പോഴും കൃഷ്ണനെക്കുറിച്ചും ഗുരുവായൂരപ്പനെക്കുറിച്ചും പാട്ടുകൾ എഴുതി, ക്രിസ്തുവിനെക്കുറിച്ച് പാട്ടുകൾ എഴുതി. അദ്ദേഹം പ്രൊഫസർ KP നാരായണ പിഷാരടി എന്ന മഹാപണ്ഡിതൻ്റെ കീഴിൽ സംസ്കൃതം പഠിച്ചു. അങ്ങനെ സംസ്കൃതത്തിലും ഗാനങ്ങൾ എഴുതി. അദ്ദേഹത്തിന് അങ്ങനെ ആ പാട്ടിനാണ് ദേശീയ അവാർഡ് ലഭിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും അതല്ല കാലഘട്ടത്തെ മനോഹരമാക്കിയ കവിയാണ് യൂസഫ് അലി കേച്ചേരി. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനങ്ങളെ പോലെയോ അതിനേക്കാൾ മികച്ചവയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേച്ചേരി പുഴ എന്ന കവിതാ സമാഹാരം വായിക്കണം. കേച്ചേരി പുഴ എന്ന കവിതാ സമാഹാരം വായിച്ചാൽ യൂസഫ് അലി കേച്ചേരിയുടെ കവിത്വം എന്താണ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ചലച്ചിത്ര ഗാനങ്ങളിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉദാത്ത രചനകൾ ഈ കേച്ചേരി പുഴ എന്ന കഥാസമാഹാരത്തിലുണ്ട്. എനിക്ക് നല്ല സുഖമില്ലായിരിക്കുകയാണ്. എപ്പോൾ ചുമ വരുമെന്ന് അറിഞ്ഞുകൂടാ. ഭാഗ്യം കൊണ്ട് ഇതുവരെ ചുമച്ചില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. ഈ യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഞാൻ കൈനീട്ടി വാങ്ങുന്നു. ഇതിനെ തീരുമാനമെടുത്ത യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ പ്രധാന പ്രവർത്തകരെ സജി, മനുരാജ്, ഹരികുമാർ തുടങ്ങിയവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, യൂസഫ് അലി കേച്ചേരിയുടെ പേരിലുള്ള ഈ പുരസ്കാരം വയലാറിൻ്റെ അനശ്വരനായ വയലാറിൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്നും എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. പൊയറ്റിക് ജസ്റ്റിസ് ഓഫ് ടൈം. നന്ദി, നമസ്കാരം.